ഈ സിനിമ എന്ന് പറയുന്നത് ഈ മായാജാലം പോലെയാണ്. ചിലർ വളരെ പ്രശസ്തിയായിട്ട് വളരെ വലിയ ആൾക്കാരാവും, ചിലർ ഒന്നും ആവാതെ പോവും. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. അവർക്ക് നല്ല ടാലൻറ്റ് കാണും, എല്ലാം കാണും, പക്ഷേ ആരും അറിയാതെ പോവും. അങ്ങനെ ചിലർ ഇപ്പോഴും ഉണ്ട്, അങ്ങനത്തെ കുറേ ആൾക്കാർ. അതിൽ ഒരാളായിരുന്നു മിസ്റ്റർ ആലപ്പി വിൻസെൻ്റ്. അദ്ദേഹം പടം തുടങ്ങുന്ന ആ സമയം തൊട്ടുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. സ്റ്റുഡിയോ ഉണ്ടാക്കി, അജന്ത സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ആലുവയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഈ സിനിമാ സംബന്ധമായ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, പക്ഷേ ആരും അറിയാതെ പോയി. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു മിസ്റ്റർ ആലപ്പി വിൻസെൻ്റ്. അദ്ദേഹത്തിനെ കുറിച്ചാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇനി അറിയാൻ പോകുന്നത്. 1919 ജൂലൈ 19 ആലപ്പി വിൻസെൻ്റ് ജനിച്ചത്. BA പാസ്സായ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ പഠിക്കാൻ ചേരുമ്പോഴോ പരീക്ഷയിൽ പരാജയപ്പെട്ട് മദ്രാശിക്ക് വണ്ടി കയറുമ്പോഴോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സിനിമ ഒരു വിദൂര സ്വപ്നം പോലുമല്ലായിരുന്നു. എന്നാൽ ട്രെയിനിൽ വച്ച് പരിചയപ്പെട്ട PRV ശങ്കറാണ് എന്തെങ്കിലും ഒരു തൊഴിൽ തേടി മദ്രാശിക്ക് പുറപ്പെട്ട വിൻസെൻറ്റിനെ ആലപ്പി വിൻസെൻ്റ് എന്ന പേരിൽ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കാൻ കാരണക്കാരനായത്. സേലം മോഡേൺ തിയേറ്റേഴ്സ് എന്ന സിനിമാ നിർമ്മാണ കമ്പനിയുടെ മാനേജറായിരുന്നു PRV ശങ്കർ. മോഡേൺ തിയേറ്റേഴ്സ് ഉടമ TR സുന്ദരത്തെ പരിചയപ്പെടുകയും ഒരു മലയാള സിനിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് മദിരാശിയിലുള്ള സുന്ദരൻ പിള്ളയെ കാണുകയും ചെയ്തു. അങ്ങനെ മലയാളത്തിൻ്റെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ്റെ പിറവിയായി. ഈ ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു. ഈ ചിത്രത്തിൽ വിരുതൻ ശങ്കു എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു. ബാലനിലെ വിരുതൻ ശങ്കുവായി അഭിനയിച്ച ആലപ്പി വിൻസെൻ്റ് 1938 മികച്ച നടനുള്ള അവാർഡും നേടി. ദക്ഷിണേന്ത്യൻ ചിത്രങ്ങൾക്ക് മൊത്തമായി നൽകുന്ന ഈ അവാർഡിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ആദ്യത്തെ അവാർഡ് എന്ന ബഹുമതിയും ആലപ്പി വിൻസെൻ്റ് സ്വന്തമാക്കി. കേരളത്തിൻ്റെ മികച്ച രാഷ്ട്രീയ നേതാവായിരുന്ന അന്തരിച്ച ശ്രീ TV തോമസിൻ്റെ സഹായത്തോടെ ആലപ്പി വിൻസെൻ്റും അദ്ദേഹത്തിൻ്റെ ചില ബന്ധുക്കളും ചേർന്ന് സ്ഥാപിച്ച ഉദയ സ്റ്റുഡിയോ ആണ് വെള്ളി നക്ഷത്രം നിർമ്മിച്ചത്. പിന്നീട് മലയാള സിനിമയുടെ ഭാഗധേയമായി മാറിയ ഉദയ സ്റ്റുഡിയോയുടെ തുടക്കം ഇവിടെ നിന്നാണ്. കുഞ്ചാക്കോ അവിടുത്തെ സെർവൻ്റായിരുന്നേ ആ സമയത്ത്. അപ്പോൾ പുള്ളിക്കാരനെ എന്തെങ്കിലും ഇതിലൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി പുള്ളി അവിടെ ഉദയ സ്റ്റുഡിയോയിൽ ഇവിടെ ആലപ്പുഴ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്ക് ജനോവ സിനിമ പിടിക്കാനുള്ള അവസരം വന്നത്. ആ ജനോവയിൽ അഭിനയിക്കാനായിട്ട് പുള്ളി പോകണം. പുള്ളി പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇത് കുഞ്ചാക്കോനെ ഏൽപ്പിച്ച്, അവിടുത്തെ ആലപ്പുഴയുള്ള സ്റ്റുഡിയോ കുഞ്ചാക്കോനെ ഏൽപ്പിച്ച് അത് വളരെ കുറച്ച് നാൾ കൊണ്ട് പിടിച്ചു തീർക്കുമെന്നാണ് വിചാരിച്ചത്. അത് പിടിക്കാൻ കുറേ സമയം പിടിച്ച് 3 വർഷം കൊണ്ടാണത് പിടിച്ചു തീർത്തത്. പുള്ളി ഇവിടെ വന്നത് ആലപ്പുഴ വന്നപ്പോൾ സ്റ്റുഡിയോ വളരെയധികം പുരോഗമിച്ച് പുള്ളിക്കാരനപ്പോൾ സന്തോഷമായി. പുള്ളിക്കാരൻ ആരെങ്കിലും നന്നാകണമല്ലോ പുള്ളിക്ക് ഇഷ്ടം. പുള്ളിക്കാരൻ സന്തോഷിച്ച് നല്ല കാര്യങ്ങളെല്ലാം നന്നാകുന്നുണ്ടല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടുത്തെ ആരുമല്ല എന്നുള്ള മട്ടാണ് പുള്ളിനെ കിടന്നത്. പുള്ളിക്ക് അത് വളരെയധികം വേദനയുണ്ടായി. ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും പുള്ളിനെ ആരും അല്ലാതെ ആക്കി തീർത്ത ഒരു വിഷമം. അപ്പം മനസ്സിൽ വിചാരിച്ച് ഇനി ഏതായിരുന്നാലും ഇതിൽ നിൽക്കാൻ പറ്റില്ല, സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ വേറെ തുടങ്ങാം. അങ്ങനെ ഈ ലോകം എല്ലായിടവും നടന്നാണ് ഈ കീഴ്മാട് വന്നു ഈ അജന്ത സ്റ്റുഡിയോ ഉണ്ടാക്കിയത്. എങ്കിലും മാനസികമായിട്ട് തകർന്ന് ഇത്രയും കാര്യമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുള്ളി അല്ലാതെ ആരും അല്ലാത്ത ആളാക്കി തീർത്തില്ലേ കുഞ്ചാക്കോ. അതിൽ പുള്ളിക്ക് ഏറ്റവും വിഷമം ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ അവരുടെ സെർവൻ്റായിട്ട് പുള്ളിയുടെ കൂടെ കൂടിയതാണ്. ഒടുവിൽ മാനസികമായിട്ട് പുള്ളി ഏറ്റവും തകർന്നെങ്കിലും പുള്ളി മനസ്സിൽ വിചാരിച്ച് എന്തെങ്കിലും നല്ല പടങ്ങളൊക്കെ പിടിക്കാനില്ല, അതുകൊണ്ട് നന്നായിട്ട് ഏതായിരുന്നാലും ഇവിടെ നമ്മുടെ കേരളം നന്നാകുമല്ല, നല്ല പടങ്ങളൊക്കെ പിടിച്ച്. അങ്ങനെ നല്ല പടങ്ങളൊക്കെ പിടിച്ച് കേരളം നന്നാകട്ടെ എന്ന് ഉദ്ദേശിച്ച് അയാളുടെ കൂടെ സഹകരിക്കുകയും ചെയ്തു. ആലപ്പി വിൻസെൻ്റ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം.
എൻ്റെ ചെറുപ്പം മുതലേ എനിക്കറിയാം. ഞാൻ അപ്പന്മാരായിട്ട് ഞങ്ങളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സാറ് ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തുടങ്ങി എനിക്കറിയാം. സാറ് കല്യാണം കഴിച്ച് വരുമ്പോൾ എനിക്ക് ഒരു 8 വയസ്സ് ഉള്ളൂ. അജന്ത സ്റ്റുഡിയോ തുടങ്ങാനായിട്ട് സാറ് ഇവിടെ അതിൻ്റെ ഫസ്റ്റ് വന്നേ എങ്ങനെയെന്നുള്ളത് എനിക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള അറിവില്ല. അന്ന് ഞാൻ ചെറുപ്പമാണ്. അതേപോലെ പല പല പടങ്ങളും ഇവിടെ ആരും വന്നിട്ടെല്ലാ സമയമായില്ല പോലും, ദൂരം അരിക്, അങ്ങനെ ഓപ്പോൾ ഒരുപാട് പടങ്ങൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. സാറിൻ്റെ വീട്ടിലും അതെ സ്റ്റുഡിയോയിലും എല്ലാ ദിവസവും നമുക്ക് ഇവിടെ തിരക്കായിരിക്കും. പിന്നെ അതിന് ശേഷമാണ് ലോൺ അടയ്ക്കാണ്ട് വന്നപ്പോൾ 6 പേര് കൂടിയാണിത് ലോൺ എടുത്തത്. അടയ്ക്കാണ്ട് വന്ന് അതങ്ങനെ കിടന്നു. സ്റ്റുഡിയോൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും ഇല്ലാണ്ട് കെട്ടിടങ്ങളൊക്കെ തുരുമ്പെടുത്തും ഇത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെയുള്ള കുറേ ആൾക്കാരോട് ഈ കെട്ടിടം എല്ലാം മൊത്തം കയറിയിട്ട് കയറി കുടിലുകൾ വെച്ച് താമസിക്കാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പോലീസ് വന്നു. ഇവിടെ വന്ന് എല്ലാവരും ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്, ലോൺ എടുത്തുകൊണ്ട് അടയ്ക്കാണ്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ഗവൺമെൻറ്റാണ്, നിങ്ങൾക്ക് കൈയേറാനുള്ള അധികാരമില്ലെന്നും പറഞ്ഞ് എല്ലാവരും അടിച്ചു ഓടിക്കുകയും ഇങ്ങനെ ഇത് ചെയ്ത്. പിന്നെ സാറും ചേച്ചി ഒറ്റയ്ക്കാണ് ഇവിടെയുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരൻ ഏറ്റവും ഒരു പാവപ്പെട്ടവർ പോലും അതേപോലെ ജീവിച്ചിട്ടില്ല. അതേപോലെ ബുദ്ധിമുട്ടിയാണ് സാറ് പിന്നീടുള്ള കാലം മരിക്കുന്നത് വരെ ചിലവാക്കിയത്. 1941 അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളെ പ്രതിനിധീകരിച്ച് തിരുവിതാംകൂർ പ്രജാമണ്ഡലത്തിലേക്ക് മത്സരിച്ച് ജയിച്ച് ആലപ്പി വിൻസെൻ്റ് മറ്റൊരു നേട്ടത്തിനും ഉടമയാകുകയായിരുന്നു. നിയമനിർമ്മാണ സഭാംഗമായ മലയാളത്തിലെ ആദ്യത്തെ സിനിമാക്കാരനെന്ന നേട്ടം. 1955 വിൻസെൻ്റിൻ്റെ നേതൃത്വത്തിൽ ആലുവയിൽ കേരള കോഓപ്പറേറ്റീവ് സിനി സൊസൈറ്റി രൂപീകരിച്ചെങ്കിലും സാമ്പത്തിക പ്രശ്നം കാരണം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നില്ല. പിന്നീടാണ് ആലുവയിൽ തന്നെ അജന്ത സ്റ്റുഡിയോ ആരംഭിക്കുന്നത്. 1967 ജൂൺ മാസം 30 റിലീസ് ചെയ്ത അവൾ ആണ് അജന്തയുടെ ആദ്യ ചിത്രം. ഏകദേശം 73 ചിത്രങ്ങളുടെ ഈറ്റില്ലമായി മാറി ഈ സ്റ്റുഡിയോ. പിന്നീട് സാമ്പത്തിക ബാധ്യതയും ജപ്തി നടപടികളും കാരണം വിൻസെൻ്റ് മാഷിനും കൂട്ടാളികൾക്കും അജന്തയുടെ യന്ത്രസാമഗ്രികൾ പോലും വിൽക്കേണ്ടി വന്നു. സ്ഥലം സർക്കാർ ഏറ്റെടുത്തു. വിശാലമായ അജന്ത സ്റ്റുഡിയോ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഇന്നൊരു സർക്കാർ വിദ്യാലയമാണ്. വിൻസെൻ്റിൻ്റെ ഭാര്യ ട്രീസ ഇപ്പോൾ ഒരു വൃദ്ധസദനത്തിലാണ്. മക്കളില്ലാത്തതിനാൽ ഇവരുടെ സ്വത്ത് അന്യാധീനപ്പെടാതിരിക്കാൻ വിൻസെൻ്റിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുകയാണ് അവർ. ഇവരുടെ വീട് തന്നെയാണ് ട്രസ്റ്റിൻ്റെ പ്രവർത്തന കേന്ദ്രം. ഓർമ്മകളിൽ മലയാള സിനിമ വിടരുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേരുകളിൽ ഒരുപക്ഷെ ആലപ്പി വിൻസെൻ്റ് ഉണ്ടാവില്ല. എന്നാൽ ആദ്യം ഓർക്കേണ്ട ബാധ്യത നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആരോരുമറിയാതെ എന്ന ചിത്രത്തിൽ അവസാനമായി അഭിനയിച്ച് ആരോരുമറിയാതെ കടന്നുപോയ ആലപ്പി വിൻസെൻ്റ് എന്ന ഈ കലാകാരൻ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ എവിടെയോ വിസ്മൃതിയിലാണ്ട ഈ ചരിത്ര പുരുഷൻ്റെ ഓർമ്മയ്ക്കായി ഇന്ന് ആലുവയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആർട്സ് ക്ലബ്ബും ഒരു ചിൽഡ്രൻസ് ഹോമും പ്രവർത്തിക്കുന്നുണ്ട്. വരും തലമുറയെങ്കിലും ഈ ചരിത്ര പുരുഷനെ ഓർക്കുമെന്ന് പ്രതീക്ഷിക്കാം.